السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ആദരണീയരായ സഹോദരന്മാരെ, സഹോദരിമാരെ, പരിശുദ്ധ ഖുർആനിലെ രണ്ടാമത്തെ സൂറത്തായ സൂറത്തുൽ ബഖറയുടെ അർത്ഥവും ആശയവുമാണ് നാം മനസ്സിലാക്കി വരുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലിഫ് ലാം ذلك الكتاب لا ريب فيه هدى للمتقين الذين يؤمنون بالغيب ويقيمون الصلاة ومما رزقناهم ينفقون والذين يؤمنون بما أنزل إليك وما أنزل من قبلك وبالآخرة هم يوقنون أولئك على هدى من ربهم وأولئك هم المفلحون. പരിശുദ്ധ ഖുർആൻ പ്രയോജനപ്പെടുന്ന 6 വിഭാഗം ആളുകൾ, അല്ലെങ്കിൽ പരിശുദ്ധ ഖുർആൻ പ്രയോജനപ്പെടുന്നവരുടെ 6 ഗുണങ്ങളാണ് ഈ പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിലെ തുടക്കത്തിലെ 5 വരെയുള്ള ആയത്തുകളിൽ, 4 വരെയുള്ള ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തരുന്നത്. ഒന്നാമത്തത് മുത്തഖിയായിരിക്കണം, നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. രണ്ടാമത്തത് അവൻ അൽ മുഅ്മിനു ബിൽ ഗൈബായിരിക്കണം, അദൃശ്യങ്ങളിൽ വിശ്വസിക്കുന്നവനായിരിക്കണം. മൂന്നാമത്തത് അവൻ മുഖീമുസ് സ്വലാത്തായിരിക്കണം, നമസ്കാരം ക്രമത്തിൽ നിർവഹിക്കുന്നവനായിരിക്കണം. നാലാമത്തത് അവൻ മുൻഫിഖായിരിക്കണം, അള്ളാഹു അവന് നൽകിയ സമ്പത്തിൽ നിന്ന്, അനുഗ്രഹങ്ങളിൽ നിന്ന് മറ്റുള്ളവർക്ക് കൊടുക്കുന്നവനായിരിക്കണം. അഞ്ചാമത്തത് അവൻ അൽ മുഅ്മിനു ബിൽ കുതുബ് അസ്സമാവിയ്യ, ആകാശ ലോകത്തു നിന്ന് അള്ളാഹു ഇറക്കിയ വേദഗ്രന്ഥങ്ങളിൽ വിശ്വസിക്കുന്നവനായിരിക്കണം. ആറാമത്തെ കാര്യം അവൻ പരലോകത്തിൽ ഉറച്ചു വിശ്വസിക്കുന്നവനായിരിക്കണം, മൂഖിനായിരിക്കണം, അൽ മൂഖിനു ബിൽ ആഖിറ. ഇങ്ങനെയുള്ള 6 കാര്യങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ തുടക്കത്തിൽ എടുത്തു പറഞ്ഞിട്ടുള്ളത്. അതിൽ കഴിഞ്ഞ ആഴ്ച നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി 3 കാര്യങ്ങൾ കർമ്മപരമാണ്, 3 കാര്യങ്ങൾ വിശ്വാസപരമാണ്. ഏതൊക്കെയാണ് കർമ്മപരം? ഒന്ന്, തഖ്വ കൈക്കൊള്ളുക എന്നത് കർമ്മപരമാണ്. രണ്ടാമത്തത് നമസ്കാരം നിർവഹിക്കുക എന്നത് കർമ്മപരമാണ്. മൂന്നാമത്തത് ദാനധർമ്മങ്ങൾ ചെയ്യുക, സക്കാത്ത് കൊടുക്കുക തുടങ്ങിയ സാമ്പത്തിക കാര്യങ്ങൾ കർമ്മപരമാണ്. ഈ 3 കാര്യങ്ങൾ, ഈ 3 കാര്യങ്ങൾ തന്നെ. ഒന്ന്, തഖ്വ എന്ന് പറയുന്നത് മാനസികമാണ്, മനസ്സിന്റെ ജാഗ്രത, സൂക്ഷ്മത, അതൊക്കെയാണ് അത്തഖ്വ ഹാഹുന എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. നമസ്കാരം എന്ന് പറഞ്ഞാൽ അതൊരു കർമ്മം എന്നുള്ള നിലക്ക് അത് ശാരീരികമാണ്, ശരീരം കൊണ്ടാണ് നമസ്കരിക്കേണ്ടത്. അതിൽ മനസ്സുണ്ട്, മനസ്സുണ്ടാകുമ്പോഴാണ് അതിൻ്റെ യഥാർത്ഥ നമസ്കാരമാകുക. പക്ഷെ ഒരു കർമ്മം എന്നുള്ള നിലക്ക് അത് ശാരീരികമാണ്. മൂന്നാമത്തത് ചെലവഴിക്കുക എന്ന് പറയുന്നത് സാമ്പത്തികമാണ്. അപ്പൊ ഈ 3 കർമ്മങ്ങളും കർമ്മപരമാണെങ്കിലും ഒന്ന് മാനസികമായ കർമ്മമാണ്, മറ്റൊന്ന് ശാരീരികമായ കർമ്മമാണ്, മൂന്നാമത്തത് സാമ്പത്തികമായ കർമ്മമാണ്. ഇനി 3 വിശ്വാസ കാര്യങ്ങളും ഇതിൽ പറയുന്നുണ്ട്. അതേതൊക്കെയാണ്? ഗൈബിൽ വിശ്വസിക്കുക, പ്രവാചകന്മാരിലും അവരുടെ വേദഗ്രന്ഥങ്ങളിലും വിശ്വസിക്കുക, രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം അൽ ഈമാനു ബിൽ ആഖിറ, പരലോകത്തിൽ വിശ്വസിക്കുക.
ഇങ്ങനെയുള്ള 6 കാര്യങ്ങളിൽ 3 കാര്യങ്ങൾ കർമ്മപരവും 3 കാര്യങ്ങൾ വിശ്വാസപരവുമായിട്ടുള്ളതാണ്. ഇനി അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കർമ്മപരം എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞ ആദ്യത്തെ തഖ്വ എന്താണെന്ന് നമുക്കറിയാം. രണ്ടാമത് പറഞ്ഞിട്ടുള്ള നമസ്കാരം എന്താണ് എന്ന് നമുക്കറിയാം. മൂന്നാമത് പറഞ്ഞിട്ടുള്ള സാമ്പത്തികമായ ആരാധനയും എന്താണ് എന്ന് നമുക്കറിയാം. ഇതെല്ലാം കൂടി കൂടുമ്പോഴാണ് യഥാർത്ഥത്തിൽ മുഅ്മിനാവുക. ഒരാൾ ശാരീരികമായി മാത്രം അല്ലാഹുവെ ഞാൻ നമസ്കരിച്ചോളാം, പക്ഷേ സാമ്പത്തികമായിട്ടുള്ള ചെലവഴിക്കലൊന്നും എന്നെ കിട്ടില്ല എന്ന് പറഞ്ഞാൽ അയാൾ മുഅ്മിനാവൂല. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു സഫിൽ പറയുന്നുണ്ട്, സത്യവിശ്വാസികളെ, യാ അയ്യുഹല്ലദീന ആമനു ഹൽ അദുല്ലുക്കും അലാ തിജാറത്തിൻ തുൻജീക്കും മിൻ അദാബിൻ അലീം. നിങ്ങളെ നരകത്തിൽ നിന്ന്, വേദനാജനകമായ ഒരു ശിക്ഷയിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കുന്ന ഒരു കച്ചവടം ഞാൻ പറഞ്ഞു തരട്ടെയോ? എന്താണത്? തുഅ്മിനൂന ബില്ലാഹ്, അല്ലാഹുവിൽ വിശ്വസിക്കുക, വ റസൂലിഹി, അവന്റെ പ്രവാചകനിലും വിശ്വസിക്കുക, വ തുജാഹിദൂന ഫീ സബീലില്ലാഹി ബി അംവാലിക്കും വ അൻഫുസിക്കും. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിങ്ങൾ സമരം ചെയ്യുക. എന്തൊക്കെ കൊണ്ട്? നിങ്ങളുടെ ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടും. അപ്പോൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ശരീരം സമർപ്പിച്ചാൽ മാത്രം പോരാ, സമ്പത്തും സമർപ്പിക്കണം. അപ്പോഴേ നമ്മൾ യഥാർത്ഥത്തിൽ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുള്ളൂ. അപ്പോഴാണ് നമ്മൾ യഥാർത്ഥ സത്യവിശ്വാസികളായി മാറുകയുള്ളൂ. ഇനി വിശ്വാസ കാര്യങ്ങൾ എടുത്തു നോക്കിയാൽ ഈമാനും ബിൽ ഗൈബ്, നമ്മൾ കാണാത്ത കാര്യങ്ങളിൽ വിശ്വസിക്കുന്നു, അദൃശ്യ കാര്യങ്ങളിൽ വിശ്വസിക്കുന്നു. കാണുന്ന കാര്യങ്ങളിൽ മാത്രമേ വിശ്വസിക്കുകയുള്ളൂ എന്ന് ഒരാൾ പറയുകയാണെങ്കിൽ അയാൾക്ക് ഈ ഖുർആൻ ഉപകാരപ്പെടുകയില്ല എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വ്യക്തമാക്കുകയുണ്ടായി. മറ്റൊന്ന് അൽ ഈമാനു ബിൽ കുത്തുബ്, അൽ ഈമാനു ബിർ റുസുൽ, വേദഗ്രന്ഥങ്ങളിലും പ്രവാചകന്മാരിലും വിശ്വസിക്കുക. മൂന്നാമത്തത് അൽ ഈമാനു ബിൽ ആഖിറ, പരലോകത്തിൽ വിശ്വസിക്കുക. ഇവിടെയൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ് വയുഖീമൂന സ്സലാത്ത് യുൻഫിഖൂൻ, ഇതൊക്കെ മുളാരിയായ ഫിഅലിൽ അഥവാ അവർ ശരിക്കും അറബിയിൽ മാളി എന്നും പറയും, മുളാരി എന്നും പറയും, അഥവാ ഭാവി കാലം. പിന്നുള്ള 2 കാലത്തിനും കൂടി ഒരൊറ്റ ഫിഅലാണ്, വർത്തമാനകാലവും ഭാവി കാലവും. അപ്പോൾ യുഅ്മിനൂന എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അവർ വിശ്വസിക്കുന്നവരാണ് എന്നും ഇനിയും വിശ്വസിക്കുന്നവരാണ് എന്നും ഭാവിയിൽ വിശ്വസിക്കുന്നവരാണ് ഒക്കെ അതിലർത്ഥം വന്നു. യുഖീമൂന എന്ന് പറഞ്ഞാൽ അവർ നിരന്തരമായി നമസ്കാരം ഒരു തുടർ പ്രക്രിയയായി നിർവഹിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. യുൻഫിഖൂൻ, അവർ ഒരിക്കൽ കൊടുത്തിട്ട് മതിയാക്കൂല, അവർ കൊടുത്തുകൊണ്ടിരിക്കുക എന്നത് അവരുടെ ഒരു ശീലമായിരിക്കും. ഇതൊക്കെ കൂടി ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ യുഅ്മിനൂൻ, യുഖീമൂൻ, യുൻഫിഖൂൻ എന്നൊക്കെയുള്ള ഈ മുളാരി ആയ പദങ്ങൾ പ്രയോഗിച്ചിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അത് സ്ഥിരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന, അവരുടെ ജീവിതത്തിൽ സ്ഥിരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മങ്ങൾ, പ്രവർത്തനങ്ങൾ എന്ന അർത്ഥത്തിൽ. ഗൈബിലുള്ള വിശ്വാസം എന്ന് പറയുന്നത് നമ്മൾ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ലെങ്കിലും അകക്കണ്ണുകൊണ്ട് കാണുന്ന കാര്യം, മറ്റുള്ളവർ കാണാത്തത് നമ്മൾ മുൻകൂട്ടി കാണുന്നു. ഇപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു തകാസുറിൽ ഒരു കാര്യം പറയുന്നു, അൽഹാകുമുത് തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ കല്ലാ സൗഫ തഅലമൂൻ. അല്ലാഹു നമ്മളോട്, മനുഷ്യരോട് പറയാണ്, നിങ്ങൾ അറിയും. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ബുദ്ധിയുണ്ടെങ്കിൽ കല്ലാ ലൗ തഅലമൂന ഇൽമൽ യഖീൻ, കാര്യങ്ങൾ കണ്ണുകൊണ്ട് കാണുന്നതിന് മുമ്പേ കാണാതെ ഉറപ്പിച്ച് മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് അത്ര നന്നായിരുന്നു. ഇതിനാണ് ഇൽമുൽ യഖീൻ എന്ന് പറയാം. സ്വർഗം നമ്മളാരും കണ്ടിട്ടില്ല, പക്ഷെ സ്വർഗം കണ്ടിട്ടില്ലെങ്കിലും ആ സ്വർഗം ഉഇദ്ദത് ലിൽ മുത്തഖീൻ എന്ന് അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്. സ്വർഗം നമുക്ക് വേണ്ടി, സത്യവിശ്വാസികൾക്ക് വേണ്ടി, മുത്തഖീങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് എനിക്ക് ഉറപ്പാണ് അതുണ്ട് എന്ന്. കാണാതെ അതുണ്ട് എന്ന് വിശ്വസിക്കുന്നതിനാണ് അൽ ഈമാനു ബിൽ ഗൈബ് എന്ന് പറയാം. അപ്പം അല്ലാഹ് ഇവിടെ പറയണത്, നിങ്ങൾ കണ്ടിട്ട് വിശ്വസിച്ചിട്ട് ഉപകാരമൊന്നും ഉണ്ടാവില്ല. നാളെ നിങ്ങൾ നരകം കാണും. ലതറവുന്നൽ ജഹീം സുമ്മ ലതറവുന്നഹാ ഐനൽ യഖീൻ, കണ്ണുകൊണ്ട് നിങ്ങൾ അതിനെ കാണും. പക്ഷെ കണ്ണുകൊണ്ട് നരകം മുമ്പ് കണ്ടിട്ട് നരകമുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് ഒരു കാര്യമില്ല. കാണാതെ, ഇപ്പൊ നിങ്ങൾക്ക് പ്രവാചകൻ പറഞ്ഞു, ഖുർആനിൽ പറഞ്ഞു എന്നതുകൊണ്ട് അത് കാണാതെ നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും. അതാണ് അൽ ഈമാനു ബിൽ ഗൈബ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ
വേദങ്ങളിലും പ്രവാചകന്മാരിലുമുള്ള വിശ്വാസത്തിലേക്ക് വരിക. അതാണ് അടുത്ത ആയത്തിൽ പറയുന്നത്. വല്ലദീന യുഅ്മിനൂന ബിമാ ഉൻസില ഇലൈക വമാ ഉൻസില മിൻ ഖബ്ലിക. അതാണ് 4-ാമത്തെ ആയത്തിന്റെ തുടക്കം, അല്ലേ? വല്ലദീന യുഅ്മിനൂന ബിമാ ഉൻസില ഇലൈക, നിനക്ക് അവതരിപ്പിക്കപ്പെട്ടതിൽ, നിനക്ക് ഇറക്കപ്പെട്ടതിൽ വിശ്വസിക്കുന്നവരാണവർ. ഏതാ നിനക്ക് അവതരിപ്പിക്കപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഏതാ? ഖുർആൻ. നിനക്ക് എന്ന് പറഞ്ഞാൽ ആരാ? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നബിയോട് പറയണം, സത്യവിശ്വാസികൾ നിനക്ക് അവതരിപ്പിക്കപ്പെട്ട ഈ വേദഗ്രന്ഥത്തിൽ വിശ്വസിക്കുന്നവരാണ്. അതോടൊപ്പം തന്നെ വമാ ഉൻസില മിൻ ഖബ്ലിക്, നിനക്ക് മുമ്പ് അവതരിപ്പിക്കപ്പെട്ട വേദഗ്രന്ഥങ്ങളിലും വിശ്വസിക്കുന്നവരാണ്, പ്രവാചകന്മാരിലും വിശ്വസിക്കുന്നവരാണ്. ഇസ്ലാമിക വിശ്വാസങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിശ്വാസമാണ് റിസാലത്ത്, പ്രവാചകത്വം. എന്താണ് യഥാർത്ഥത്തിൽ പ്രവാചകത്വം എന്ന് പറഞ്ഞാൽ? മനുഷ്യൻ അവൻ്റെ ബുദ്ധി കൊണ്ട് ചിന്തിച്ച് മനസ്സിലാക്കാവുന്ന കുറേ കാര്യങ്ങൾ. ഇപ്പം ഞാനൊരു ഉദാഹരണം പറയാം. ഒരാൾ ദൈവമില്ല എന്നൊരാൾ പറയുകയാണെങ്കിൽ അയാളോട് നമുക്ക് പറയാം, പൊന്നാര ചങ്ങാതി, നീ യഥാർത്ഥത്തിൽ ബുദ്ധിജീവിയല്ല, നീ യഥാർത്ഥത്തിൽ യുക്തിവാദിയല്ല. ബുദ്ധിയും യുക്തിയും ഉണ്ടെങ്കിൽ നിനക്ക് ചിന്തിച്ചാൽ നിനക്ക് അള്ളാഹു ഈ പ്രപഞ്ചത്തിനൊരു സൃഷ്ടാവ് ഉണ്ട് എന്ന് കണ്ടെത്താൻ കഴിയും. കാരണം ഇല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രപഞ്ചം നിലനിൽക്കില്ല. ഇതൊന്നും നമ്മളാരും ഉണ്ടാക്കിയതല്ല, ഇതിനൊന്നും നമ്മൾ നിയന്ത്രിക്കുന്നില്ല. ഈ നമ്മൾ ചുറ്റും കണ്ടുകൊണ്ടിരിക്കുന്ന സൂര്യൻ, നക്ഷത്രങ്ങൾ, ചന്ദ്രൻ, ഭൂമിയിലെ തന്നെ മയില്, കുയില്, മുയല്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് കാഴ്ചകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊക്കെ ആരാണ് നിയന്ത്രിക്കുന്നത്? ബുദ്ധിയുള്ള ഒരു മനുഷ്യൻ പറയും ഇതിന് പിന്നിൽ ഒരു ശക്തി ഉണ്ട്, ഉണ്ടാവാതെ പറ്റില്ല. അപ്പോൾ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പടച്ചവനുണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആ പടച്ചവന്റെ ഇഷ്ടം എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. ആ പടച്ചവൻ എന്താണ് നമ്മളോട് കൽപ്പിക്കുന്നത് നമുക്ക് ബുദ്ധി ഉപയോഗിച്ചിട്ട് കണ്ടെത്താൻ പറ്റില്ല. അതിനുവേണ്ടിയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരെ അയച്ചിട്ടുള്ളത്. എന്താണ് അള്ളാഹുവിൻ്റെ ഇഷ്ടം, എന്താണ് അള്ളാഹു തൃപ്തിപ്പെടുന്നത്, എന്താണ് അള്ളാഹു പൊരുത്തപ്പെടുന്നത്, എന്താണ് അള്ളാഹു നമ്മളോട് കൽപ്പിച്ചിട്ടുള്ളത്, ഇതൊക്കെ പറഞ്ഞു തരാനും പഠിപ്പിച്ചു തരാനും അതിനും വേണ്ടിയിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരെ അയച്ചിട്ടുള്ളത്. ആ പ്രവാചകന്മാരിലൂടെ വേദഗ്രന്ഥങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ ഈ വിശ്വാസം എന്ന് പറയുന്നത് വല്ലദീന യുഅ്മിനൂന ബിമാ ഉൻസില ഇലൈക വമാ ഉൻസില മിൻ ഖബ്ലിക്, നിനക്ക് അവതരിപ്പിക്കപ്പെട്ടതിലും നിനക്ക് മുമ്പുള്ളവർക്ക് അവതരിപ്പിക്കപ്പെട്ടതിലും വിശ്വസിക്കുന്നവരാണവർ. എന്തെങ്ങനെ പറയാൻ കാരണം? സത്യവിശ്വാസികൾ എല്ലാ പ്രവാചകന്മാരിലും വിശ്വസിക്കുന്നവരാണ്. ചില പ്രവാചകന്മാരെ ഞങ്ങൾക്ക് പറ്റൂല കേട്ടോ, മൂപ്പര് നമ്മളാളല്ല, ഇങ്ങനെയുള്ളൊരു കാഴ്ചപ്പാട് സത്യവിശ്വാസികൾക്കില്ല. സത്യവിശ്വാസികൾക്ക് എല്ലാ പ്രവാചകന്മാരെയും അംഗീകരിക്കുന്നവരാണ്. ഇപ്പൊ പ്രധാനമായും ഇന്ന് ലോകത്തുള്ള പ്രധാനപ്പെട്ട മതങ്ങൾ എന്ന് പറയുന്നത് ഇസ്ലാം, ക്രിസ്തുമതം, ജൂതമതം, അല്ലേ? ഇങ്ങനെ പ്രധാനമായും 3 മതങ്ങളാണ്. ഇപ്പോൾ പൊതുവെ മനസ്സിലാക്കപ്പെടുന്നത് മോസസ് അല്ലെങ്കിൽ മൂസ ജൂതന്മാരുടെ പ്രവാചകൻ, ജീസസ് അല്ലെങ്കിൽ ഈസ ക്രിസ്ത്യാനികളുടെ പ്രവാചകൻ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിങ്ങളുടെ പ്രവാചകൻ. ജീസസിന് ക്രിസ്ത്യാനികൾ പ്രവാചകൻ എന്നല്ല, അവർ ദൈവം എന്ന് മനസ്സിലാക്കുന്നു, അല്ലെങ്കിൽ അവർ പറയും. അപ്പൊ ഇതൊക്കെ ഓരോ സമുദായവുമായിട്ട്, ഓരോ സമൂഹവുമായിട്ട് കണക്ട് ചെയ്തിട്ട് അത് അവരുടേതാണ് എന്ന് വെക്കുകയും വരുത്തി തീർക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, സത്യവിശ്വാസികളോട് പറയുന്നത്, സത്യവിശ്വാസികളുടെ പ്രകൃതം അവരെല്ലാ പ്രവാചകന്മാരിലും വിശ്വസിക്കുന്നവരാണ്. അവർ ഈസാ നബിയിൽ വിശ്വസിക്കും, മൂസാ നബിയിൽ വിശ്വസിക്കും, യൂസുഫ് നബിയിൽ വിശ്വസിക്കും, യാക്കൂബ് നബിയിൽ വിശ്വസിക്കും, ഇബ്രാഹിം നബിയിൽ വിശ്വസിക്കും, നൂഹ് നബിയിൽ വിശ്വസിക്കും, ആദം നബിയിൽ വിശ്വസിക്കും. എല്ലാ പ്രവാചകന്മാരിലും വിശ്വസിക്കുന്നവരാണ് സത്യവിശ്വാസികൾ. അവരാണ് യഥാർത്ഥത്തിൽ സത്യവിശ്വാസികളാവുകയുമുള്ളൂ. ഇപ്പോൾ സൂറത്തുൽ ബഖറയിൽ അവസാനത്തെ 2 ആയത്തുണ്ട്, എല്ലാവർക്കും അറിയാവും. നമ്മൾ സാധാരണ പറയാറുണ്ട് ആമനർ റസൂലു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പഠിക്കുന്ന 2 ആയത്തുകളുണ്ടല്ലോ. ആ ആയത്ത് എന്താണ്? ആമനർ റസൂലു ബിമാ ഉൻസില ഇലൈഹി മിർ റബ്ബിഹി വൽ മുഅ്മിനൂൻ. പ്രവാചകൻ അഥവാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം
അദ്ദേഹത്തിന് അവതരിപ്പിക്കപ്പെട്ടതിൽ അദ്ദേഹം വിശ്വസിക്കുന്നു, അതുപോലെ തന്നെ സത്യവിശ്വാസികളും വിശ്വസിക്കുന്നു. എന്നിട്ട് പിന്നെ അള്ളാഹു പറയണത് എന്താണ്? കുല്ലുൻ, എല്ലാവരും, അതായത് നബിയും അനുയായികൾ എല്ലാവരും ആമന ബില്ലാഹി വ മലായികതിഹി വ കുതുബിഹി വ റുസുലിഹി, അള്ളാഹുവിൽ വിശ്വസിക്കുന്നു, അവന്റെ മലക്കുകളിൽ വിശ്വസിക്കുന്നു, അവന്റെ വേദഗ്രന്ഥങ്ങളിൽ വിശ്വസിക്കുന്നു, അവന്റെ ദൈവദൂതന്മാരിൽ വിശ്വസിക്കുന്നു. ലാ നുഫർരിഖു ബൈന അഹദിൻ മിർ റുസുലി, ഒരു പ്രവാചകന്മാർക്കിടയിലും ഒരു വ്യത്യാസവും ഞങ്ങൾ കൽപ്പിക്കുകയില്ല. ആരാണ് പറയുന്നത്? സത്യവിശ്വാസികൾ പറയണം. പ്രവാചകന്മാർക്കിടയിൽ എടാ ഞങ്ങളെ മുഹമ്മദ് നബി സൂപ്പറാണ്, നിങ്ങളെ യേശു ക്രിസ്തുവിന് എന്തിനു പറ്റും? ഇങ്ങനെ പറയാൻ പറ്റുമോ? നിങ്ങൾ ഈ മോസസിലേക്ക് എന്ത് ഞങ്ങളുടെ നബി മുഹമ്മദ് നബി എന്താ നബി? ഇങ്ങനെയുള്ള വർത്തമാനങ്ങൾ സത്യവിശ്വാസികൾ പറയുകയില്ല എന്ന് മാത്രമല്ല, ലാ നുഫർരിഖു ബൈന അഹദിൻ മിർ റുസുലി, അള്ളാഹുവിൻ്റെ പ്രവാചകന്മാർക്കിടയിൽ ഒരു വിവേചനവും ഞങ്ങൾ കൽപ്പിക്കില്ല. ഇത് പറയാൻ വേറെ ഒരു കാരണമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്തുൽ ബഖറയുടെ തുടക്കത്തിൽ തന്നെ സത്യവിശ്വാസികളുടെ പ്രകൃതമായിട്ട് ഇത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇനി വരാൻ പോകുന്ന ജൂതന്മാരുടെയും ക്രിസ്ത്യാനികളുടെയും ചരിത്രം എന്താണെന്ന് വെച്ചാൽ, അവർക്ക് ഇഷ്ടപ്പെട്ട പ്രവാചകന്മാരെ സ്വീകരിക്കും, അല്ലാത്തവരെ തള്ളിക്കളയും. ഇതാണ് അവരുടെ രീതി. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ജൂതന്മാരും ക്രിസ്ത്യാനികളും അംഗീകരിക്കുന്നില്ല. കാരണം എന്താണ്? അത് അവർക്ക് അവരുടെ സമൂഹത്തിൽ നിന്ന് വന്നില്ല എന്നുള്ളത് കൊണ്ട് മാത്രം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നി സഫിയ റളിയല്ലാഹു അൻഹ, അവര് ജൂതഗോത്രത്തിലെ ഒരു നേതാവിൻ്റെ മകളായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ കല്യാണം കഴിച്ചു. അവർ പറയുന്നുണ്ട്, ഞാൻ നബി മദീനയിൽ വന്ന സമയത്ത് എൻ്റെ ഉപ്പയും എൻ്റെ അളാപ്പിയും കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ പോയിരുന്നു. ഖുബയിൽ, ഖുബ എന്ന് പറഞ്ഞ നബി ആദ്യം വന്ന് താമസിച്ച സ്ഥലം, അവിടെ കാണാൻ പോയിരുന്നു. അത് കാണാൻ പോയി രാത്രി വൈകുന്നേരമാണ് അവർ വീട്ടിലേക്ക് വന്നത്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് അവർ സംസാരിച്ച കാര്യം എന്താണെന്ന്. ഈ എൻ്റെ എളാപ്പ എൻ്റെ ഉപ്പാനോട് ചോദിച്ചു, ആ ഹൂവ നമ്മുടെ വേദഗ്രന്ഥങ്ങളിൽ വരും എന്ന് പറഞ്ഞ ആ പ്രവാചകൻ തന്നെയാണോ മൂപ്പര്? ആ ഹുവ. അപ്പൊ എൻ്റെ ഉപ്പ പറയുന്നുണ്ട്, അതെ ഉറപ്പാണ്, അദ്ദേഹം പ്രവാചകനാണ്. അപ്പൊ നമ്മൾ കാത്തിരിക്കുന്ന പ്രവാചകൻ അദ്ദേഹം തന്നെയാണോ? അദ്ദേഹം അപ്പൊ ഉപ്പ പറയുന്നുണ്ട് അതെ. അപ്പൊ ഈ എളാപ്പ ചോദിക്കുകയാണ്, അല്ല നമ്മൾ അറിഞ്ഞ് അയാളെ നമ്മൾ ഉറപ്പിച്ച് അംഗീകരിക്കുകയാണോ ചെയ്യേണ്ടത്? അത് പ്രവാചകനാണെന്ന് നമുക്ക് ഉറപ്പാണോ? അത് നമുക്ക് അംഗീകരിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ അദ്ദേഹം പറഞ്ഞ പ്രവാചകനാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പൊ പിന്നെ അദ്ദേഹം ചോദിക്കണം, അങ്ങനെയാണെങ്കിൽ നമ്മുടെ നിലപാട് എന്തായിരിക്കും? അപ്പൊ എൻ്റെ ഉപ്പ എൻ്റെ എളാപ്പാനോട് പറയുന്നത് ഞാൻ കേട്ടു എന്ന് സഫിയ റളിയല്ലാഹു പറയുന്നുണ്ട്, ഞാൻ മരിക്കോളം മുഹമ്മദ് നബിക്കെതിരെ പ്രവാചകനാണെന്നൊക്കെ ഉറപ്പിച്ചു, ഒരു സംശയമല്ല. പക്ഷേ ബനൂ ഇസ്രായേലിൽ പിറന്നില്ല എന്നൊരൊറ്റ കാരണത്താൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കെതിരെ നിലപാടെടുത്ത ആൾക്കാരാണ് ജൂതന്മാരും ക്രിസ്ത്യാനികളും. ബനൂ ഇസ്രായേൽ അങ്ങനെ ഒരു നിലപാടില്ലാത്തവരാണ് സത്യവിശ്വാസികൾ. എല്ലാ പ്രവാചകന്മാരെയും അംഗീകരിക്കുന്നവരാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അല്ലാഹു പ്രവാചകന്മാർക്കിടയിൽ വ്യത്യാസമൊക്കെ കൽപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ നമ്മുടെ സൂറത്തുൽ ബഖറയുടെ 3-ാമത്തെ ജുസ് തുടങ്ങുന്നത് എങ്ങനെയാണ്? സൂറത്തുൽ ബഖറയിലാണ് 3-ാമത്തെ ജുസ് തുടങ്ങുന്നത്. ഓരോ ജുസ് തുടങ്ങുമ്പോൾ ആ ജുസുവിൻ്റെ ഒരു ജുസ് തുടങ്ങും, സയഖൂലു സുഫഹാഉ മിനൻ നാസി മാ വല്ലാഹും അൻ ഖിബ്ലതിഹിമുല്ലതി കാനൂ അലൈഹാ എന്ന് പറഞ്ഞിട്ടാണ് ഒരു ജുസ്. 2-ാമത്തെ ജുസ് തുടങ്ങും. 3-ാമത്തെ ജുസോ തിൽക്കർ റുസുലു ഫളൽനാ ബഅദഹും അലാ ബഅദ് മിൻഹും മൻ കല്ലമല്ലാഹു വറഫഅ ബഅദഹും ദറജാത്ത്. അല്ലാഹു പറയുന്നു, തിൽക്കർ റുസുൽ, ആ പ്രവാചകന്മാർ, ആ ദൂതന്മാർ, ഫളൽനാ ബഅദഹും അലാ ബഅദ്, നാം ചില ആളുകൾക്ക് ചില ആളുകളെക്കാൾ ശ്രേഷ്ഠത നൽകിയിട്ടുണ്ട്, അല്ലാഹ് നൽകിയിട്ടുണ്ട്. പക്ഷെ നമുക്ക് അത് പറ്റില്ല. നമ്മൾ ലാ നുഫർരിഖു ബൈന അഹദിൻ മിർ റുസുലി, നമ്മളെല്ലാ പ്രവാചകന്മാരെയും അങ്ങ്. പക്ഷെ അള്ളാഹു ചില പ്രവാചകന്മാർക്ക് ചിലരെക്കാൾ അതിൽ പിന്നെ അള്ളാഹ് പറയാണ്, അതിൽ തന്നെ കല്ലമല്ലാഹു മൂസ തക്ലീമ എന്ന് പറയുന്നത്, വമിൻഹും മൻ കല്ലമല്ലാഹ്, അവരിൽ തന്നെ അള്ളാഹ് നേരിട്ട് സംസാരിച്ചവരുണ്ട്. വറഫഅ ബഅദഹും ദറജാത്ത്, ചില ആളുകൾക്ക് അള്ളാഹു പദവി ഉയർത്തി കൊടുത്തിട്ടുണ്ട്. വആതൈന ഈസ ഇബ്ന മറിയമൽ ബയ്യിനാത്ത് വഅയ്യദ്നാഹു ബിറൂഹിൽ ഖുദ്സ്, ഈസാ നബിക്ക് നമ്മളുടെ റൂഹുൽ ഖുദ്സ് കൊണ്ട് ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. ഇങ്ങനെ പല സവിശേഷതകളും നമ്മൾ നടത്തിയിട്ടുണ്ട്. പ്രവാചകന്മാർക്ക് പല ദറജകളും നമ്മൾ കൊടുത്തിട്ടുണ്ട്.
അപ്പൊ ജൂതന്മാരും ക്രിസ്ത്യാനികളും എല്ലാ പ്രവാചകന്മാരെയും അംഗീകരിക്കുന്നവരായിരുന്നില്ല. എന്നാൽ സത്യവിശ്വാസികൾ എല്ലാ പ്രവാചകന്മാരെയും അംഗീകരിക്കുന്നവരാണ് എന്ന് വളരെ വ്യക്തം. ഇപ്പൊ മുമ്പ് കഴിഞ്ഞു പോയ പ്രവാചകന്മാരിലും അവരുടെ വേദഗ്രന്ഥങ്ങളിലും വിശ്വസിക്കുന്നവരാണ് സത്യവിശ്വാസികൾ. ഏതാണ് ആ വേദഗ്രന്ഥങ്ങൾ? മുമ്പ് കഴിഞ്ഞു പോയ പ്രവാചകന്മാർക്ക് അവതരിപ്പിക്കപ്പെട്ട വേദഗ്രന്ഥം നമുക്ക് അറിയുന്നത് ഇപ്പൊ എത്രയേ ഉള്ളൂ? ഇഞ്ചീൽ, ഈസാ നബിക്ക് അവതരിപ്പിക്കപ്പെട്ട ഇഞ്ചീൽ, മൂസാ നബിക്ക് അവതരിപ്പിക്കപ്പെട്ട തൗറാത്ത്, ദാവൂദ് നബിക്ക് അവതരിപ്പിക്കപ്പെട്ട സബൂർ, ഇബ്രാഹിം നബിക്ക് കൊടുത്തു എന്ന് മനസ്സിലാക്കപ്പെടുന്ന സുഹ്ഫ് ഇബ്രാഹിം. ഇത്രയും കാര്യങ്ങളെ പരിശുദ്ധ ഖുർആൻ പരാമർശിക്കുന്നുള്ളൂ. മറ്റുള്ള വേദഗ്രന്ഥങ്ങളെക്കുറിച്ചൊന്നും നമുക്ക് ഖുർആനിൽ നിന്ന് ലഭ്യമല്ല. ഇപ്പൊ നിനക്ക് മുമ്പ് വന്ന വേദഗ്രന്ഥങ്ങളിൽ അല്ലെങ്കിൽ പ്രവാചകന്മാരിലും അവർക്ക് ഇറക്കിയതിലും വിശ്വസിക്കുന്നവരാണ് സത്യവിശ്വാസികൾ എന്ന് പറയുമ്പോൾ അതിനർത്ഥം ഈ സത്യവിശ്വാസികൾ ഇഞ്ചീലിലും തൗറാത്തിലും സബൂറിലും സുഹ്ഫ് ഇബ്രാഹിമിലൊക്കെ വിശ്വസിക്കുന്നവരാണ്. അത് ശരി. അപ്പൊ നമ്മൾ ബൈബിളിലും പിന്നെ തോറയിലും തെൽമൂദിലൊക്കെ വിശ്വസിക്കുന്ന ആൾക്കാരാണോ എന്ന് സ്വാഭാവികമായൊരു ചോദ്യം ഉണ്ടാവും. അതിനുള്ള മറുപടി ഇന്നുള്ള ബൈബിൾ, ഇന്നുള്ള തെൽമൂദ്, ഇന്നുള്ള ഈ പറയപ്പെട്ട ഈ വേദഗ്രന്ഥങ്ങളൊന്നും യഥാർത്ഥ വേദഗ്രന്ഥങ്ങളല്ല. അതൊക്കെ പിൽക്കാലത്ത് മനുഷ്യന്മാർ കെട്ടിയുണ്ടാക്കിയതാണ്. ബൈബിൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ബൈബിളിലെ പുതിയ നിയമങ്ങൾ മത്തായി എഴുതിയ സുവിശേഷവും ലൂക്കോസ് എഴുതിയ സുവിശേഷമൊക്കെയാണ്. ആളുകൾ എഴുതിയുണ്ടാക്കിയതാണ്. അത് അള്ളാഹുവിൻ്റെ വേദഗ്രന്ഥമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അള്ളാഹുവിൻ്റെ വേദഗ്രന്ഥത്തിൽ അഥവാ ഈസാ നബിക്ക് അള്ളാഹു വേദഗ്രന്ഥം ഇറക്കിയിട്ടുണ്ട് എന്നും മൂസാ നബിക്ക് അള്ളാഹു വേദഗ്രന്ഥം കൊടുത്തിട്ടുണ്ട് എന്നും നമ്മൾ വിശ്വസിക്കുന്നു. പക്ഷെ അത് ഇന്ന് നിലവിലുള്ളവരുടെ കയ്യിലുള്ള ഈ വളച്ചൊടിക്കപ്പെട്ട വേദഗ്രന്ഥമാണ് എന്ന് നമ്മൾ വിചാരിക്കേണ്ടതില്ല. ഒപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു സംഗതി കൂടിയുണ്ട്. ഇവിടെ പറഞ്ഞിട്ടുള്ളത്, അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത് എന്താ? അവർ ഈ സത്യവിശ്വാസികൾ അവര് വിശ്വസിക്കുന്നത് വല്ലദീന യുഅ്മിനൂന ബിമാ ഉൻസില ഇലൈക വമാ ഉൻസില മിൻ ഖബ്ലിക്, നിനക്ക് അവതരിപ്പിക്കപ്പെട്ടതിലും നിനക്ക് മുമ്പ് അവതരിപ്പിക്കപ്പെട്ടതിലും വിശ്വസിക്കുന്നവരാണ് അവർ. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് ശേഷം അവതരിപ്പിക്കപ്പെടുന്നതിൽ വിശ്വസിക്കുന്നവരാണെന്ന് പറഞ്ഞിട്ടില്ല. അതിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? മുഹമ്മദ് നബിക്ക് ശേഷം വേറൊരു പ്രവാചകനില്ല. ഖാദിയാനികളൊക്കെ അവരുടെ മിർസ ഗുലാം അഹമ്മദ് പ്രവാചകനാണെന്നൊക്കെ പറഞ്ഞ് വരാറുണ്ട്. യഥാർത്ഥത്തിൽ ഈ ഒരൊറ്റ ആയത്ത് അവർക്ക് തെളിവാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികളോട് പറഞ്ഞില്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇറക്കിക്കൊടുത്തതിലും നബിക്ക് മുമ്പുള്ള പ്രവാചകന്മാർക്ക് ഇറക്കിക്കൊടുത്തതിലും വിശ്വസിക്കാനേ പറഞ്ഞിട്ടുള്ളൂ. വേറൊരു പ്രവാചകൻ വരുമെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും ഇനി വരാനിരിക്കുന്ന വേദഗ്രന്ഥങ്ങളിലും വിശ്വസിക്കുന്നവർ എന്നാ പറയാം. അങ്ങനെ പറഞ്ഞിട്ടില്ല. അതോടുകൂടി മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ നബിയ്യ ബഅദി, എനിക്ക് ശേഷം നബിയേ വരികയില്ല എന്ന് തീർത്ത് സഹീഹായ ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അത് ഈ ആയത്തിൽ നിന്നും നമുക്ക് കിട്ടുമെന്നാണ് ഞാൻ പറഞ്ഞത്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം ഒരു വേദഗ്രന്ഥമോ ഒരു പ്രവാചകനോ വരാനില്ല എന്ന് ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നബിക്ക് മുമ്പ് അവതരിപ്പിക്കപ്പെട്ട വേദഗ്രന്ഥങ്ങളിലൊക്കെ വിശ്വസിക്കുന്ന ആളുകളാണ്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സൂറത്തുൽ അഹ്സാബിൽ പറയുന്നു, മാ കാന മുഹമ്മദൻ അബാ അഹദിൻ മിർ റിജാലിക്കും വലാകിർ റസൂലല്ലാഹി വ ഖാതമൻ നബിയ്യീൻ. മുഹമ്മദ് നബി അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തിയത് ഖാതമൻ നബിയ്യീൻ എന്നാണ്. എല്ലാ പ്രവാചകന്മാരെയും പ്രവാചകന്മാരുടെ പരമ്പരക്കും സീല് വെക്കുന്ന ആള്, അടച്ച് ഭദ്രമാക്കുന്ന ആള്. അതോടുകൂടി ക്ലോസ് ചെയ്തു. ഇനി പ്രവാചകന്മാർ വരില്ല എന്ന് ഖുർആൻ തന്നെ വളരെ വ്യക്തമായി പറയുന്നു. ഇതിൽ നിന്നും മനസ്സിലാക്കാം. ഇനി ആ ആയത്തിന്റെ അവസാനത്തിലേക്ക് വരിക നമ്മൾ. വബിൽ ആഖിറതിഹും യൂഖിനൂൻ, ആഖിറത്തിൽ പരലോകത്തിൽ അവർ ഉറച്ചു വിശ്വസിക്കുന്നവരാണ്. വിശ്വാസ കാര്യങ്ങൾ മൂന്നെണ്ണുണ്ട് എന്ന് പറഞ്ഞു. എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ഗൈബിയായ കാര്യങ്ങളിൽ വിശ്വസിക്കുന്നവരാണ്, പ്രവാചകന്മാരിലും വേദഗ്രന്ഥങ്ങളിലും വിശ്വസിക്കുന്നവരാണ്. മൂന്നാമത്തെ കാര്യം പരലോകത്തിൽ വിശ്വസിക്കുന്നവരാണ് എന്നല്ല പറഞ്ഞത്. പിന്നെന്താ പറഞ്ഞത്? യൂഖിനൂൻ എന്നാ പറഞ്ഞത്, യുമിനൂൻ എന്നല്ല. എന്താ യൂഖിനൂനും യൂമിനൂനും തമ്മിലുള്ള വ്യത്യാസം? യുമിനൂൻ എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുന്നവരാണെന്നാണ്. യൂഖിനൂൻ എന്ന് പറഞ്ഞാൽ ഉറച്ച് ദൃഢബോധ്യത്തോടു കൂടി വിശ്വസിക്കുന്നവർ എന്നാണ്. ഒരു സംശയവുമില്ലാതെ വിശ്വസിക്കുന്നവരാണ് അവർ.
പരലോകം ഉണ്ട് എന്നുള്ള കാര്യത്തിൽ അവർക്ക് കുറുപ്പിൻ്റെ ഉറപ്പ് നമ്മൾ പറയുന്നു. അതാണ്, ഒരു സംശയമില്ല. അതാണ് യൂഖിനൂൻ എന്ന് പറഞ്ഞത്. എന്താണ് ഈ പരലോകം? എന്താണ് ഈ പരലോകം? മനുഷ്യന്റെ ജീവിത ചക്രം എന്ന് പറയുന്നത് എവിടെ നിന്ന് തുടങ്ങുന്നു? അപ്പൊ അന്നത്തെ മുശ്രിക്കുകൾ പരലോകത്തിൽ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല. പരിശുദ്ധ ഖുർആനിൽ തന്നെ കാണാം, ഇദാ മിത്നാ വകുന്നാ തുറാബൻ ദാലിക റജ്ഉൻ ബഈദ്. സൂറത്ത് ഖാഫിൽ കാണാം, നമ്മൾ മരിച്ച് മണ്ണായി ഭൂമിയിലൊക്കെ നമ്മളങ്ങ് വെച്ച് ദ്രവിച്ചു പോയാൽ പിന്നെ ഒരു ജീവിതം, അതൊന്നും ഒരിക്കലും ഉണ്ടാകാൻ പോകുന്നത്. ദാലിക റജ്ഉൻ ബഈദ്, നെവർ, ഇംപോസിബിൾ. ഇൻ ഹിയ ഇല്ലാ ഹയാതുന ദുനിയാ നമൂതു വനഹ്യാ വമാ നഹ്നു ബിമബ്ഊസീൻ. നമ്മളിപ്പോൾ ഈ ജീവിച്ച് മരിച്ചതാണ് കഴിഞ്ഞു എന്നല്ലാതെ പിന്നെ നമ്മൾ പുനർജീവിപ്പിക്കപ്പെടുമെന്ന് പറയുന്നതിൽ ഒരു സത്യവുമില്ല. ഇതായിരുന്നു അവരുടെ കാഴ്ചപ്പാട്. പരലോകം എന്ന് പറയുന്നതിനെ നിഷേധിക്കുന്നവരായിരുന്നു ഈ സത്യനിഷേധികൾ, മുശ്രിക്കുകൾ എന്ന് കാണാം. സത്യവിശ്വാസികൾ പരലോകത്തിൽ ഉറച്ചു വിശ്വസിക്കുന്നവരാണ്. ഇപ്പം മനുഷ്യൻ്റെ ജീവിതം എപ്പോഴാണ് തുടങ്ങുന്നത്? മനുഷ്യ ജീവിതം എപ്പോഴാണ് തുടങ്ങുന്നത്? നമ്മൾ വിചാരിക്കും നമ്മുടെ ജീവിതം തുടങ്ങിയത് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് മുതലാണെന്നാണ്, അല്ലേ? നമ്മളുടെ ഡേറ്റ് ഓഫ് ബർത്താണ് നമ്മുടെ ജീവിതത്തിൻ്റെ തുടക്കം എന്നാണ് ആളുകൾ വിചാരിക്കുന്നത്. ശരിക്കല്ലല്ലോ. നമ്മൾ ഉമ്മയുടെ വയറ്റിൽ നിന്ന് പുറത്തു വന്നപ്പോൾ ഹോസ്പിറ്റലിൽ ഒരു റെക്കോർഡ് ഉണ്ടാക്കി, അല്ലെങ്കിൽ നമ്മൾ പഞ്ചായത്ത് ഓഫീസിൽ പോയിട്ട് ഒരു രേഖ ഉണ്ടാക്കി, അന്നാണ് നമ്മൾ ഭൂമിയിലേക്ക് വന്നത്. അതിനു മുമ്പ് നമ്മളില്ലേ? ഉണ്ട്. അതിന് മുമ്പ് ഉമ്മാന്റെ വയറ്റിൽ 10 മാസം കിടന്നിട്ടുണ്ട്. ഉമ്മാന്റെ വയറ്റിൽ നിന്ന് മുമ്പ് ബീജമായിട്ട് കിടന്നിട്ടുണ്ട്. അതിനു മുമ്പ് കിടന്നിട്ടുണ്ട്. ഹൽ അതാ അലൽ ഇൻസാനി ഹീനും മിനദ് ദഹരി ലം യകുൻ ശൈഅൻ മദ്കൂറാ. മനുഷ്യനൊന്നുമല്ലാത്തൊരു കാലം കഴിഞ്ഞു പോയിട്ടുണ്ട്. ആ കാലത്തിന് ആലമുൽ അർവാഹ് എന്ന് പറയും, റൂഹിന്റെ കാലം. പിന്നെ കുറച്ചു കാലം 10 മാസത്തോളം നമ്മൾ ഉമ്മാന്റെ വയറ്റിൽ കിടന്ന് വളർന്ന് വലുതായി. അതിന് ആലമുൽ അർഹാം എന്ന് പറയും, ഗർഭപാത്രത്തിലുള്ള കാലം. പിന്നെ കുറച്ചു കാലം നമ്മൾ ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുന്നുണ്ട്, ആലമുദ്ദുനിയ, ഈ ഭൂമിയിലെ ഐഹികമായ ജീവിതം. ഇവിടുന്ന് കഴിഞ്ഞാൽ മരിച്ചു പോകും. മരിച്ചു പോയാൽ നേരെ പരലോകത്ത് എത്തുന്നില്ല. അതിനിടക്കൊരു ലോകമുണ്ട്, അതിനാണ് ആലമുൽ ബർസഖ് എന്ന് പറയാം. ഇതും കഴിഞ്ഞിട്ടാണ് പിന്നെ ആലമുൽ ആഖിറ, പരലോകം വരുന്നത്. അപ്പം നമ്മളിതിൻ്റെ ഇടയിലുള്ള ഒരു സ്ഥലത്ത് മാത്രമാണ് ഉള്ളത്. ഇപ്പോൾ ഒരാൾ ഇത് തന്നെയാണ് ലോകം എന്ന് പറഞ്ഞാൽ അത് അന്തക്കേടാണ്. ഇപ്പം ഉമ്മാൻ്റെ വയറ്റിലുള്ള ഒരു കുട്ടി വരെയാണ് ഉമ്മാൻ്റെ വയറ് തന്നെയാണ് ലോകം എന്ന് പറഞ്ഞാൽ അത് എത്രമാത്രം വിഡ്ഢിത്തമാണോ എന്നതുപോലെ വിഡ്ഢിത്തമാണ് ഈ ലോകം എന്ന് പറയുക. ഇഹലോകം ഒരു വലിയ വയറായിട്ട് സങ്കല്പിക്കുക. ഇവിടെ നമ്മൾ മരിച്ചു പോവുക എന്ന് പറയുന്നത് ഈ വയറ്റിൽ നിന്ന് വേറൊരു ലോകത്തേക്ക് നമ്മൾ പ്രസവിക്കുകയാണ്, വേറൊരു ലോകത്തേക്ക് നമ്മൾ ജീവിക്കുകയാണെന്ന് മനസ്സിലാക്കുക. ഇപ്പോൾ നമ്മുടെ ഉള്ള ഈ ഗർഭാശയത്തിലുള്ള ആൾക്കാരാണ് ഇത് തന്നെയാണ് ലോകം, ഇത് കഴിഞ്ഞാൽ ലോകമല്ല എന്ന് പറഞ്ഞാൽ ഉമ്മാൻ്റെ വയറ്റിലുള്ള കുട്ടി വരെയാണ് പിന്നെ ലോകം, ഇതല്ലാതെ വേറെ ലോകമല്ല എന്ന് പറഞ്ഞാൽ എത്രമാത്രം അബദ്ധമാണോ അതുപോലെ അബദ്ധമാണ്. പരലോകം എന്ന് പറഞ്ഞൊരു ലോകമുണ്ട്. എന്താണ് ഈ പരലോകം? മനുഷ്യൻ ആ പരലോക വിശ്വാസം നമ്മെ പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട 5 കാര്യങ്ങളുണ്ട്. ഞാൻ ചുരുക്കി പറയാം. 1, മനുഷ്യൻ ഉത്തരവാദിയാണ്. കുല്ലുക്കും റാഇൻ വകുല്ലുക്കും മസ്ഊലുൻ അൻ റഅയ്യതിഹി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ എല്ലാവരും ഇടയന്മാരാണ്, നിങ്ങളൊക്കെ ഇതിന് മറുപടി പറയേണ്ടി വരും. ഉത്തരവാദിയാണ്, റെസ്പോൺസിബിളാണ്. ഇവിടെ ചെയ്യുന്ന ഓരോ പ്രവർത്തനത്തിനും ഞാൻ മറുപടി പറയേണ്ടി വരും. ഇതാണ് ഒന്നാമത്തെ പരലോക വിശ്വാസത്തിലെ ഒന്നാമത്തെ ഘടകം. രണ്ടാമത്തെ ഘടകം എന്ന് പറയുന്നത് ഇഹലോകം. ഈ ലോകം എന്ന് പറയുന്നത് നശ്വരമാണ്, ഇത് നശിച്ചു പോകും, ഇത് ശാശ്വതമല്ല. ഇത് അവസാനിക്കുന്നതിനാണ് നമ്മൾ ഖിയാമത്ത് നാൾ എന്ന് പറയുന്നത്. ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ വഅഖ്റജത്തിൽ അർളു അസ്ഖാലഹാ. ഇതൊക്കെ തവിട് പൊടിയാണ്. പറയില്ല, അൽ ഖാരിഅതു മൽ ഖാരിഅ യൗമ യകൂനു നാസു കൽ ഫറാശിൽ മബ്സൂസ്. സകലതും തവിട് പൊടിയായിട്ട് പരന്ന് ഇങ്ങനെ അപ്പൂപ്പൻ താടികളെ പോലെ പറന്ന് നടക്കുന്ന ഒരു അവസ്ഥ വരും, നശിക്കും. എന്നിട്ട് വേറൊരു ലോകം ഉണ്ടാകും. അതിനുശേഷം പുതിയൊരു ലോകത്ത് നമ്മളെ അള്ളാഹു ജീവിപ്പിക്കും, പുനരുജ്ജീവിപ്പിക്കും. അവിടെ എല്ലാം മരിച്ചുപോയ എത്ര കോടി ഉണ്ടോ അത്രയും അള്ളാഹു ആ ജനങ്ങളെ മുഴുവൻ അവിടെ ജീവൻ കൊടുത്ത് പുനരുജ്ജീവിപ്പിക്കും. ഇതിനാണ് ബിഅ്സത്ത് എന്ന് പറയുക, പുനരുജ്ജീവനം. അത് നാളെ നടക്കും. അവിടെ വെച്ചിട്ട് വിചാരണ ഉണ്ടായിരിക്കും. അള്ളാഹു ഈ ജനങ്ങളെ മുഴുവൻ വിചാരണ ചെയ്യും. എന്നിട്ട് നല്ല ആളുകളെ സ്വർഗത്തിലേക്കും ദുർജനങ്ങളെ, ചീത്ത ആളുകളെ നരകത്തിലേക്കും പറഞ്ഞയക്കും. ഇഹലോകത്തുള്ള വിജയമല്ല യഥാർത്ഥ വിജയം. നാളെ പരലോകത്ത് ആർക്കാണോ വിജയിക്കാൻ കഴിഞ്ഞത് അവനാണ് യഥാർത്ഥ വിജയി. ഇതാണ്
വബിൽ ആഖിറതി ഹും യൂഖിനൂൻ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് പരലോകത്തിൽ അവർ ഉറച്ചു വിശ്വസിക്കുന്നവരാണ്. അതായത് ഇഹലോകത്ത് ഞാൻ ചെയ്യുന്ന എല്ലാ കർമ്മത്തിനും അള്ളാഹുവിൻ്റെ മുമ്പിൽ മറുപടി പറയേണ്ടി വരും എന്ന ഉറച്ച ബോധം. ഒരു മനുഷ്യനെ യഥാർത്ഥത്തിൽ നന്നാക്കണമെങ്കിൽ അവന് പരലോകബോധം ഉണ്ടായേ മതിയോ. പരലോകബോധമുള്ളവനെ നന്നായി ജീവിക്കാൻ പറ്റുള്ളൂ. ഞാൻ ഇവിടെ ചെയ്യുന്ന ഓരോ പ്രവർത്തനത്തിനും നാളെ അള്ളാഹിൻ്റെ മുമ്പിൽ കയ്യും കെട്ടി കണക്ക് പറയേണ്ടി വരും എന്നൊരു ബോധം ഉണ്ടെങ്കിൽ അവൻ കക്കൂല, അവൻ വ്യഭിചരിക്കില്ല, വൃത്തികേട് ചെയ്യില്ല. കാരണം എപ്പോഴും അള്ളാഹുവിൻ്റെ മുമ്പിൽ നാളെ മറുപടി പറയേണ്ടി വരും എന്നുള്ള ബോധമുണ്ട്. ഇതൊന്നും ഇല്ലാത്തവന് ആരും കാണൂല എന്ന് ഉറപ്പാണെങ്കിൽ അവൻ കക്കും, അവൻ തമ്മാടിത്തം ചെയ്യും, വൃത്തികേട് ചെയ്യും. കാരണം അവന് ഭൂലോകത്ത് ആരും കാണുന്നില്ലല്ലോ, അത് അറിയുന്നില്ലല്ലോ. പക്ഷെ പരലോക വിശ്വാസമുണ്ടെങ്കിൽ വബിൽ ആഖിറതി ഹും യൂഖിനൂൻ, പരലോക വിശ്വാസമുണ്ടെങ്കിൽ തീർച്ചയായും അവന് നന്നാകാൻ സാധിക്കും. മനുഷ്യനെ നന്നാക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകം അവൻ്റെ പരലോക വിശ്വാസമാണ്. അപ്പോൾ പിന്നെ വമാ ഉൻസില ഇലൈക, നിനക്ക് ഇപ്പോൾ ഇറക്കി തന്ന ഈ വേദഗ്രന്ഥത്തിൽ, വമാ ഉൻസില മിൻ ഖബ്ലിക, നിനക്ക് മുമ്പ് ഇറക്കി തന്ന വേദഗ്രന്ഥങ്ങളിൽ, വബിൽ ആഖിറതി ഹും യൂഖിനൂൻ, ഇനി വരാനിരിക്കുന്ന പരലോകത്തിൽ, ഇപ്പോഴുള്ളതിലും മുമ്പുള്ളതിലും ഇനി വരാനിരിക്കുന്നതിലും വിശ്വസിക്കുന്നവരാണ്, ഉറച്ചു വിശ്വസിക്കുന്ന, പരലോകത്തിൽ ഉറച്ചു വിശ്വസിക്കുന്നവരാണ് അവർ എന്ന് സത്യവിശ്വാസികളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. എന്നിട്ട് 5-ാമത്തെ ആയത്ത് ഉലൈക അലാ ഹുദം മിർ റബ്ബിഹിം, നേരത്തെ പറഞ്ഞ ഹുദ, അവരാണ് അവരുടെ നാഥന്റെ അടുത്ത് നിന്നുള്ള ഹിദായത്തിൽ ജീവിക്കുന്നവർ. ഹുദല്ലിൽ മുത്തഖീൻ എന്ന് പറഞ്ഞില്ലേ, അതന്നെയാണ് ഇവിടെ ആവർത്തിക്കുന്നത്. ഉലൈക, ഈ പറഞ്ഞ ഗുണങ്ങളുള്ളവർ, ഈ 6 ഗുണങ്ങളുള്ളവർ, ഉലൈക അലാ ഹുദം മിർ റബ്ബിഹിം, അവരാണ് യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ വെളിച്ചത്തിൽ മാർഗദർശനത്തിൽ ജീവിക്കുന്നവർ. വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവരാണ് യഥാർത്ഥത്തിൽ വിജയിക്കുന്നവർ. വിജയി ആരാണെന്ന് നിങ്ങൾ ചോദിച്ചാൽ അതിനുള്ള ഉത്തരം അല്ലാഹു തരികയാണ്. ഈ പറഞ്ഞ 6 ഗുണങ്ങളുള്ളവർ അവരാണ് വിജയിക്കുന്നവർ. 3 കർമ്മങ്ങളും 3 വിശ്വാസങ്ങളും. അവർ തഖ്വയുള്ളവരായിരിക്കും, അവർ നമസ്കരിക്കുന്നവരായിരിക്കും, അവർ സക്കാത്ത് കൊടുക്കുന്നവരായിരിക്കും, സാമ്പത്തികമായി ചെലവഴിക്കുന്നവരായിരിക്കും, അവർ ഗൈബിൽ വിശ്വസിക്കുന്നവരായിരിക്കും, അവർ പ്രവാചകന്മാരിൽ വിശ്വസിക്കുന്നവരായിരിക്കും, വേദഗ്രന്ഥങ്ങളിൽ വിശ്വസിക്കുന്നവരായിരിക്കും, പരലോകത്തിൽ വിശ്വസിക്കുന്നവരായിരിക്കും. അവർക്കേ വിജയിക്കാൻ കഴിയൂ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നത്, ഓർമ്മപ്പെടുത്തുന്നത്. ഇൻഷാ അല്ലാഹ് ബാക്കി കാര്യങ്ങൾ അടുത്ത ക്ലാസ്സുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.